ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സർവാധിനാഥനായ പടച്ച തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ പടച്ച തമ്പുരാൻ അതിനുവേണ്ട എല്ലാവിധ മാനസികമായ, ശാരീരികമായ അവസ്ഥയും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും നാളവന്റെ സ്വർഗത്തിലെ അത്യുന്നത പദവിയായ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും മക്കളെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സദസ്സിന്റെ ഫളലുകൊണ്ട് ഈ സദസ്സ് വിട്ടുപിരിയും മുൻപേ തന്നെ നമ്മിൽ നിന്നും എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മനുഷ്യന് പൂർണ്ണമായ രൂപത്തിൽ
സമാധാനവും സന്തോഷവും നൽകി എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് മരണാനന്തര ജീവിതത്തിൽ മാത്രമല്ല, പരലോക ജീവിതത്തിൽ മാത്രമല്ല, മറിച്ച് അതിനു മുൻപായുള്ള ഇഹലോക ജീവിതത്തിലും മനുഷ്യൻ സന്തോഷത്തോടുകൂടി ജീവിക്കണം. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാവണം. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ശാന്തിയുണ്ടാവണം എന്ന് വളരെ വ്യക്തമായി ആഗ്രഹിക്കുകയും അത്തരമൊരു സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ ആവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും മനുഷ്യരെ പഠിപ്പിക്കുകയും ചെയ്ത മതമാണ് അള്ളാഹുവിന്റെ മതമായ ദീനുൽ ഇസ്ലാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പരിപൂർണമാണ് എന്ന് പറയാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 3-ാമത്തെ വാചകത്തിലൂടെ സൂറത്തുൽ മാഇദ ഇസ്ലാം പരിപൂർണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട മതമായി വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹുവിന്റെ മതമായ ദീനുൽ ഇസ്ലാം പരിപൂർണമാണ്, അത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ അവന്റെ ഗ്രന്ഥത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു. മാത്രമല്ല, ഇരുലോകത്തും സമാധാനത്തിന് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊക്കെ നിരന്തരമായി പ്രാർത്ഥിക്കുവാനും മഹാനായ നമ്മുടെ നേതാവ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായും ഇസ്ലാം നമ്മെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. നാഥനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെട്ടു. റബ്ബന, ഞങ്ങളുടെ നാഥ, ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. നാഥ, ഇഹലോകത്തും പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ നൽകണേ, ഇരുലോകത്തും നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവസാനമായി, വഖീനാ അസാബന്നാർ, കത്തിയാളുന്ന നരകം നാഥ നീ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ആ നരകത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നുകൂടെ സത്യവിശ്വാസി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇഹലോകത്തും സമാധാനമുണ്ടാവണം, ഇഹലോക ജീവിതം ശാന്തിയാവണം, ശാന്തി നിറഞ്ഞൊരു ജീവിതമായിരിക്കണം നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഇഹലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ശാന്തി നേടാൻ, സമാധാനം ലഭിക്കാൻ സൗകര്യങ്ങളുണ്ട് എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ശാന്തി ലഭിക്കുന്ന, സമാധാനം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് നമ്മോട് ചോദിച്ചാൽ നമുക്കൊക്കെയുള്ള മറുപടി നമ്മുടെ വീടാണെന്നാണ്. അവിടെ നിന്ന് സമാധാനം ലഭിക്കണം, അവിടെ നിന്ന് ശാന്തി ലഭിക്കണം, നമ്മുടെ വീട്ടിൽ നിന്നും സമാധാനം ലഭിക്കണം, നമ്മുടെ വീട്ടിൽ നിന്നും സ്നേഹം ലഭിക്കണം, അവിടെയുള്ളവർ സ്നേഹിക്കുന്നവരാവണം, സ്നേഹിക്കപ്പെടുന്നവരാവണം, സ്നേഹിക്കുന്ന മനസ്സുകളുടെ ഒരു കൂട്ടായ്മയായി മാറണം നമ്മുടെ വീട്. പരിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 16-ാം അധ്യായം 80-ാമത്തെ വാചകത്തിലൂടെ വീടിനെ കുറിച്ച് സംസാരിച്ചു. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കന എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾക്കിതാ നിങ്ങളുടെ വീടുകളെ ശാന്തിയുടെ ഭവനമായി, ശാന്തിയുടെ കേന്ദ്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവെന്ന് പടച്ച തമ്പുരാൻ തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അല്ലാഹു പ്രയോഗിച്ച പദം, വീടിന് പടച്ച തമ്പുരാൻ പ്രയോഗിച്ച പദം മസ്കനി എന്നാണ്. ശാന്തി നിറഞ്ഞ, ശാന്തി ലഭിക്കേണ്ട കേന്ദ്രം, അല്ലെ? സാധാരണ നമ്മളൊക്കെ ഒരുപാട് പദങ്ങൾ വീടിന് പറയാറുണ്ട്. ചെറുപ്പം മുതൽ തന്നെ മദ്രസയിൽ നിന്നും കേട്ടുപഠിച്ച ഒരുപാട് പദങ്ങളുണ്ട്. ബൈത്ത് വീടിന് നമ്മൾ പറയുന്ന ഒരു പദമാണ്, അല്ലെ? ദാറ് വീടിന് പറയുന്ന ഒരു പേരാണ്. അതേപോലെ തന്നെ മഞ്ചിൽ വീടിന് പറയുന്ന ഒരു പദമാണ്. അതോടൊപ്പം അവസാനമായി നമ്മൾ പറയും മസ്കൻ.
അതും വീടിന് പറയുന്ന ഒരു പേരാണ്. ഈ 4 പദങ്ങളും സാധാരണ വീടിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഈ 4നും 4 അർത്ഥമാണ് അറബിയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ ബൈത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ രാപ്പാർക്കാനുള്ള ഒരു കേന്ദ്രം, അത് മാത്രമേ ബൈത്ത് എന്ന പദത്തിന് അർത്ഥമുള്ളൂ. എന്താ ദാറ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ കേട്ടുപരിചയമുള്ള ഒരു പദമാണല്ലോ ദൗറ എന്ന് പറയുന്നത്. ദാറ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കൂടിയിരിക്കാനുള്ള ഒരു സ്ഥലം, കൂടിച്ചേരാനുള്ള ഒരു സ്ഥലം. മഞ്ചിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആളുകൾ യാത്ര ചെയ്ത് ക്ഷീണിക്കുമ്പോ അതിൽ നിന്നും ഒരൽപ്പസമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി, വിശ്രമിക്കാൻ വേണ്ടി കയറി നിൽക്കുന്ന സ്ഥലം, അതാണ് മഞ്ചിൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ അവസാനമായി പറഞ്ഞ മസ്കൻ എന്ന പദത്തിന്റെ അർത്ഥം എല്ലാ രൂപത്തിലുള്ള സമാധാനവും എല്ലാ രൂപത്തിലുള്ള ശാന്തിയും ലഭിക്കുന്ന കേന്ദ്രം, അതാണ് മസ്കൻ എന്ന് പറഞ്ഞാൽ. നോക്കൂ നിങ്ങൾ, ആദ്യം പറഞ്ഞ 3 എണ്ണവും ദാറ്, ബൈത്ത്, മഞ്ചിൽ നമുക്ക് സമ്പത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മുടെ സമ്പത്തിന്റെ അടിത്തറയനുസരിച്ച് ബൈത്തുകളും ദാറുകളും മഞ്ചിലുകളും നമുക്കുണ്ടാക്കിയെടുക്കാം. പക്ഷേ മസ്കൻ അങ്ങനെയല്ല. സമ്പത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല മസ്കൻ. വല്ലാത്ത ശ്രമത്തിലൂടെ, പരിശ്രമത്തിലൂടെ, അധ്വാനത്തിലൂടെ, ത്യാഗത്തിലൂടെ, ക്ഷമയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രിയപ്പെട്ടവരെ മസ്കൻ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ വീടുകളുള്ളവരാണല്ലോ, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ. ഇപ്പറഞ്ഞതിൽ 4 പദങ്ങളിൽ ഏത് പദമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിന് യോജിക്കുക? ബൈത്ത് എന്നാണോ? വെറും രാപ്പാർക്കാനുള്ള ഒരു കേന്ദ്രമാണോ നമ്മുടെ വീട്? അതല്ല ഒരൽപ്പസമയം കൂടിയിരുന്ന് കാര്യങ്ങൾ ആലോചിക്കാൻ മാത്രമുള്ള കേന്ദ്രമാണോ നമ്മുടെ വീട്? അതല്ല യാത്ര ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഒരൽപ്പസമയം കയറിയിരിക്കാൻ മാത്രമുള്ള റെസ്റ്റ് ഹൌസ് ആണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്? അതല്ല, മസ്കനാണോ നമ്മുടെ വീട്? നമ്മൾ ആലോചിക്കണം, മസ്കനാണോ നമ്മുടെ വീട്? എല്ലാ രൂപത്തിലുള്ള ശാന്തിയും സമാധാനവും നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? എല്ലാ അർത്ഥത്തിലുള്ള ശാന്തിയും നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് മഹാഭൂരിഭാഗം ആളുകൾക്കും പറയാനുള്ള മറുപടി. ശാന്തി ലഭിക്കുന്നതിന് പകരം അശാന്തി ലഭിക്കുകയും സമാധാനം ലഭിക്കുന്നതിന് പകരം അസമാധാനം ലഭിക്കുകയും, ആ രൂപത്തിൽ ഉമ്മയും മക്കളും തമ്മിൽ പ്രയാസം, അമ്മായിമ്മയും മരുമക്കളും തമ്മിൽ പ്രയാസം, അമ്മായിമ്മയെ കണ്ടുകൂടെ മരുമക്കൾക്ക്, മരുമകളെ കണ്ടുകൂടെ അമ്മായിമ്മക്ക്, നാത്തൂൻ പോര്, അതേപോലെയുള്ള മക്കളെ പരിഗണിക്കാത്ത മാതാപിതാക്കൾ അവഗണിക്കുന്ന മക്കൾ, അങ്ങനെ തുടർന്ന് ഒരുപാട് ഇങ്ങനെ മുന്നോട്ടു പോവുകയാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ പ്രയാസത്തിലാകുമ്പോ, ഇപ്പറയപ്പെട്ട കുടുംബത്തിലെ മെമ്പർമാർ തമ്മിൽ അനൈക്യത്തിലാകുമ്പോ, അവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബമാണ്, ജീവിതമാണ്, കുടുംബ ബന്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലേ? കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ഏത് കുടുംബത്തെ എടുത്തു നോക്കിയാലും, ഏതൊരാളെ കണ്ടുമുട്ടിയാലും പരസ്പരം പറയാനുള്ള വർത്തമാനം എന്താ? കുടുംബത്തിലെ വിശേഷം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല, പ്രശ്നങ്ങൾ തന്നെയാണെന്നാ. എന്റെ ഭാര്യയും എന്റെ ഉമ്മയും തമ്മിൽ യോജിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും തമ്മിൽ യോജിച്ചു പോകുന്നില്ല, വീട്ടിലെ മെമ്പർമാർ തമ്മിൽ യോജിച്ചു പോകുന്നില്ല, വീട്ടിലേക്ക് പോകാൻ തന്നെ തോന്നുന്നില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. അല്ലെ? ആത്മഹത്യകളിലേക്കും അതേപോലെ തന്നെ തൊലാഖിലേക്കും, വിവാഹബന്ധങ്ങൾ വേർപ്പെടുത്തുന്ന ആ ഒരവസ്ഥയിലേക്കുമൊക്കെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെന്നെത്താറുണ്ട്. ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം, കുടുംബ ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാവാൻ, തകർച്ചയുണ്ടാവാൻ പലപ്പോഴും തുടക്കമിടുന്നത് സ്ത്രീകളാണ്. കുറ്റപ്പെടുത്തല്ല, അവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറയുന്ന വാചകമല്ല, മറിച്ച് യാഥാർത്ഥ്യം അത് തന്നെയാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി തീരാൻ, തകർച്ചയിലായി തീരാൻ, അത്തരം ബന്ധങ്ങൾ പ്രയാസത്തിലായി തീരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാർ സ്ത്രീകൾ തന്നെയാണ്. ഇതൊരു വലിയ വിഷയമാണ്. ഇന്ന് പലയിടത്തും കണ്ടുവരുന്ന പ്രശ്നങ്ങളിൽ പെട്ടതാണ് കുടുംബ ബന്ധങ്ങളിലെ ഇത്തരം ബന്ധങ്ങൾ തമ്മിലുള്ള പ്രയാസങ്ങൾ. ഇന്ന് സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെയാണ്. അല്ലെ? കുടുംബത്തിൽ അമ്മായിമ്മ എന്ന് പറയുന്ന സ്ഥാനം അലങ്കരിക്കുന്നവൾ അത് സ്ത്രീയാണ്. മരുമകൾ എന്ന് പറയുന്ന സ്ഥാനം അലങ്കരിക്കുന്നത് സ്ത്രീയാണ്. നാത്തൂൻ എന്ന് പറയുന്ന സ്ഥാനം അലങ്കരിക്കുന്നത് അതും സ്ത്രീയാണ്. ഈ പറയപ്പെട്ട ആളുകൾ ഇവരാണ് ഏറ്റവും കൂടുതൽ ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഒന്നിച്ച് ചെലവഴിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കുടുംബ ബന്ധങ്ങൾക്കാണ് ഏറ്റവും ആദ്യമായി വിള്ളലുണ്ടാകുന്നതും പ്രയാസങ്ങൾ ഉണ്ടാകുന്നതും. ഇവർ തമ്മിലാണ് ഏറ്റവും ആദ്യം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ, ഇത്തരം പ്രയാസങ്ങളിൽ ഇലക്കും മുള്ളിനും കേടില്ലാതെ, ഭാര്യയെ പിണക്കാതെ, ഉമ്മയെ മാറ്റിവെക്കാതെ, പെങ്ങളെ മാറ്റിവെക്കാതെ, ഒരേ മാലയിലെ മുത്തുകളെ പോലെ ആർക്കും പ്രയാസമില്ലാതെ വളരെ തന്ത്രപരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ഇവരെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു
പിതാവെന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ തിരിച്ചറിയണം. കാരണം സ്ത്രീകൾ അങ്ങനെ തന്നെയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് ഞാനിതാ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വസിയത്താണ്. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ വഇന്ന അഅവജ മാ ഫിൽ ളിലഇ അഅലാ. എന്താണെന്നോ റസൂലുള്ളാഹി വിശദീകരിച്ചത്, ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ, തീർച്ചയായും സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വാരിയല്ലുകൾ കൊണ്ടാണ്. ഇനിയോ വഇന്ന അഅവജ മാ ഫിൽ ളിലഇ അഅലാ, ഏറ്റവും മുകളിലുള്ള വാരിയല്ല് അതാണ് ഏറ്റവും വളഞ്ഞത്. എന്നിട്ടോ ഫഇൻ ദഹബ്ത തുഖീമുഹു കസർതഹു, അതെങ്ങാനും നികത്താൻ പോയാൽ ആ വളവ് നേരെയാക്കാൻ വേണ്ടി നീ ശ്രമിച്ചാൽ അതങ്ങ് പൊട്ടിപ്പോകും. എന്നാൽ വഇൻ തറക്തഹു, അതങ്ങനെ ഞാനൊന്നും കണ്ടില്ല എന്ന മട്ടിൽ വിട്ടുകളഞ്ഞാലോ ലം യസൽ അഅവജ, ആ വളവ് തുടരുക തന്നെ ചെയ്യും. പിന്നീട് നിനക്ക് നികത്താൻ കഴിയാത്ത, നിവർത്താൻ കഴിയാത്ത പിന്നെ വളവായി ആ വളവ് മാറിത്തീരും. അതുകൊണ്ട് ഫസ്തൗസു ബിന്നിസാ, ഒന്നുകൂടെ വസിയത്ത് ചെയ്യുന്നു, സ്ത്രീകളോട് നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണേ, നിരന്തരമായ ഉപദേശങ്ങൾ കൊടുക്കണേ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, എന്താ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സ്ത്രീകൾ തമ്മിലുള്ള പിണക്കം, അവർ തമ്മിലുള്ള അസ്വാരസ്യം, അവർ തമ്മിലുള്ള ചെറിയ ചെറിയ കുതന്ത്രങ്ങൾ, സൗന്ദര്യ പിണക്കങ്ങൾ, അതൊക്കെ അവരുടെ സൃഷ്ടിപ്പിന്റെ ഭാഗം തന്നെയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത് ആദ്യത്തിൽ. ഇവരുടെ പ്രശ്നങ്ങളിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ, ഇവരെ ഒന്നിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇപ്പറഞ്ഞ ആളുകൾ, ഇപ്പറയപ്പെട്ട മെമ്പർമാർ ഇണങ്ങിയാലേ നമുക്ക് സമാധാനം ഉണ്ടാവൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും ഒന്നിച്ച് സമാധാനത്തോടുകൂടി ജീവിച്ചാലല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് സമാധാനം ഉണ്ടാവൂ. അതല്ല, അവർ തമ്മിൽ പ്രയാസങ്ങളാണെങ്കിലോ, അവർ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവരാണെങ്കിലോ, അവർ തമ്മിൽ പ്രശ്നത്തിലാണെങ്കിലോ നമുക്ക് വല്ല സമാധാനം ഉണ്ടാവോ? സമ്പത്തുണ്ടായത് കൊണ്ട് കാര്യമില്ലല്ലോ. ഒരുപാട് വലിയ വലിയ വീടുകൾ ഉണ്ടാക്കി വെച്ച് വലിയ വലിയ പൈസകൾ അയച്ചു കൊടുത്തതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉമ്മയും ഭാര്യയും തമ്മിൽ ഇണക്കത്തിലാണെങ്കിൽ മാത്രമാണ് നമുക്കും സമാധാനമുണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ ഗൗരവത്തോടും ശ്രദ്ധയോടും കൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരമൊരു സംസാരം ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ, അല്ലെങ്കിൽ ഒരു നന്മക്കായി ഉപകരിക്കാൻ സാധിച്ചെങ്കിൽ അത് ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് കാരണമായി തീരണം എന്ന പ്രാർത്ഥനയും പ്രതീക്ഷയും ആഗ്രഹവുമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സംസാരത്തിന് പിന്നിൽ. അള്ളാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒന്നാമതായി എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വിവാഹത്തിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആളുകളും വിവാഹിതരാണ്, വിവാഹം കഴിഞ്ഞവരാണ്. എന്നിരുന്നാലും നമ്മുടെ കുടുംബത്തെ ബോധവൽക്കരിക്കുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബാധ്യതയായി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. കാരണം പലപ്പോഴും തെറ്റിദ്ധാരണകളാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കാറുള്ളത്. തെറ്റിദ്ധാരണകളാ അല്ലെ? ഉമ്മ വിചാരിക്കാണ്, ഇതുവരെ എന്നെ സ്നേഹിച്ചിരുന്ന എന്റെ മകൻ, ഇതുവരെ എന്റെ മാത്രമായിരുന്ന എന്റെ മകൻ വിവാഹത്തോടുകൂടി എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ മാറ്റിവെക്കുന്നു, എന്നെ കണ്ടുകൂടാ എന്ന് ഉമ്മാക്കൊരു തോന്നൽ അല്ലേ? ഭാര്യക്കും അതേപോലെ തന്നെ പെങ്ങന്മാർക്കും തോന്നുന്നു, എന്റെ പൊന്നാങ്ങളയായി കണ്ടിരുന്ന എന്റെ ആങ്ങള എന്നെ പരിഗണിക്കുന്നില്ല. അതിനെല്ലാം കാരണക്കാരായി, അതിനെല്ലാം കാരണമായി അവർ കാണുന്നത് ഇന്നലെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഭാര്യയായി കടന്നു വന്ന ആ പെൺകുട്ടിയെയാണ്, നമ്മുടെ ഭാര്യയെയാണ്. അതിനെയാണ് പലപ്പോഴും കുറ്റപ്പെടുത്താറുള്ളത്. അവൾ കാരണമാണ് ഈ പ്രയാസത്തിൽ പിന്നെ ഈ വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, അവളാണ് ഈ പ്രയാസത്തിന്റെ കാരണക്കാരി എന്നൊക്കെയാണ് പലപ്പോഴും പല ആളുകളും ചിന്തിക്കാറുള്ളത്. ഇപ്പുറത്തോ ഭാര്യയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? നിങ്ങൾ എന്തിനാ എന്നെ വിവാഹം ചെയ്തത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയും ഉപ്പയുമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയും സഹോദരിയുമാണ് വലുതെങ്കിൽ അവരായി നിങ്ങൾക്ക് ജീവിച്ചാൽ പോരെ, എന്നെ എന്തിനാ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ഭാര്യയുടെ പരാതിയും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതിനിടയിൽ പ്രിയപ്പെട്ടവരെ പ്രയാസപ്പെടുന്നത് നമ്മളല്ലേ ദുഃഖിക്കേണ്ടി വരുന്നത്?
നമ്മളല്ലേ പ്രയാസപ്പെടേണ്ടി വരുന്നത്. നമുക്കൊരാളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ കഴിയില്ല. ഉമ്മയുടെ ഭാഗത്ത് നിന്നാൽ ഭാര്യ പറയും, കണ്ടില്ലേ ഉമ്മയെ വലുതാക്കാൻ, അല്ലെങ്കിൽ ഉമ്മയുടെ ഭാഗത്താണ് എന്നോട് സ്നേഹമില്ല. ഭാര്യയുടെ ഭാഗത്ത് നിന്നാലോ ഉമ്മയും പറയും എന്നെ അവഗണിച്ചു എന്ന് പറയും. മാത്രവുമല്ല ഇത്തരം ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്താലും, നാം എന്ത് പറഞ്ഞാലും, എന്തിനേറെ നമ്മുടെ ഒരു നോട്ടം പോലും തെറ്റിദ്ധാരണയോടുകൂടി കാണുകയും ആ രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇത്തരമൊരു സാഹചര്യം മുൻകൂട്ടി കണ്ട്, ഇത് സ്വാഭാവികമായും മഹാഭൂരിഭാഗം കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി കണ്ട് നമ്മുടെ കുടുംബത്തെ ബോധവൽക്കരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കാവണം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമ്മുടെ കുടുംബത്തോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തുക. പ്രത്യേകിച്ച് ഉമ്മയെയും പെങ്ങളെയും വിളിക്കുക. എന്നിട്ട് ഉമ്മയെയും പെങ്ങളെയും വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാ, കണ്ടില്ലേ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരാൾ കൂടി കടന്നു വരാൻ പോവാണ്, അല്ലെങ്കിൽ ഒരാൾ കൂടി കടന്നു വന്നിരിക്കാണ്. അവൾ വെറുതെ കടന്നു വന്നവളല്ല, എന്റെ ഭാര്യയായി, ഉമ്മയുടെ മകന്റെ ഭാര്യയായി കടന്നു വന്നവളാണ്. അല്ലേ? ചെറുപ്പത്തിലുമ്മ നിങ്ങൾ എനിക്ക് വാങ്ങിത്തന്നിട്ടുള്ള കളിപ്പാട്ടം കൊണ്ട് ഞാൻ കളിക്കുമ്പോ ഉമ്മ നിങ്ങൾ എത്രമാത്രം സന്തോഷിച്ചുവോ അതിനേക്കാളേറെ സന്തോഷം ഞങ്ങളുടെ ജീവിതം കാണുമ്പോ, ഞങ്ങളുടെ ജീവിതത്തിലെ സമാധാനം കാണുമ്പോ നിങ്ങൾക്കുണ്ടാവണം. അല്ലേ? ഞങ്ങളുടെ ജീവിതത്തിലെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഇത്തസ്കുനു ഇലൈക വജഅല ബൈനകും മവദ്ദത്തം വറഹ്മ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ഭാര്യാഭർത്തൃ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സന്തോഷവും കാരുണ്യവും ഞങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി ഉമ്മ നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണേ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മയെ വിളിച്ചുകൊണ്ട്, പെങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയണം. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? വിവാഹത്തിന് മുമ്പോ വിവാഹത്തിന് ശേഷമോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉമ്മ നിങ്ങൾ ഒരിക്കലും ഞാൻ പരിഗണിക്കാതിരിക്കുകയില്ല, അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ശരിയാണ്, പക്ഷേ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നിങ്ങളെ എങ്ങനെയാണോ ഞാൻ പരിഗണിച്ചത് അതേപോലെ തന്നെ ഉമ്മ ഇനിയും ഞാൻ നിങ്ങളെ പരിഗണിക്കും എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ പരിഗണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലേ? അതേപോലെ തന്നെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയാൻ കഴിയുമെങ്കിൽ പ്രഥമ രാത്രിയിൽ തന്നെ ഭാര്യയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമായിരുന്നു ഇത്. ഒന്നാമത്തെ ദിവസത്തിന്റെ രാത്രിയിൽ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ വീട്ടിലെ ആളുകളുടെ മെമ്പർമാരുടെ സ്വഭാവം നമ്മുടെ ഭാര്യയെ അറിയിച്ചു കൊടുക്കണം. ഉമ്മയുടെ സ്വഭാവം ഇന്നതാ, നമ്മുടെ ഉപ്പയുടെ സ്വഭാവം ഇന്നതാ. അതിനർത്ഥം ഉമ്മാന്റെ ഉപ്പാന്റെയും കുറ്റങ്ങളും കുറവുകളും ഭാര്യയുടെ മുമ്പിൽ അവതരിപ്പിക്കാന്നല്ല, മറിച്ച് എന്റെ ഉപ്പയാണിത്, എന്റെ ഉപ്പയുടെ ഇഷ്ടങ്ങൾ ഇന്നതൊക്കെയാണ്, എന്റെ ഉപ്പയുടെ അനിഷ്ടങ്ങൾ ഇന്നതൊക്കെയാണ്, എന്റെ ഉപ്പയുടെ ജീവിത രീതി ഇന്നതാണ്, എന്റെ ഉമ്മയാണിത്, എന്റെ ഉമ്മയുടെ ഇഷ്ടങ്ങൾ ഇന്നതാ, എന്റെ ഉമ്മയുടെ അനിഷ്ടങ്ങൾ ഇന്നതാ, എന്റെ ഉമ്മയുടെ ജീവിത രീതി ഇന്നതാ. ഇതുമായി പൊരുത്തപ്പെടാൻ നിനക്കാവണം, ഇതുമായി സഹകരിക്കാൻ നിനക്കാവണം. ഒരുപക്ഷെ നിനക്ക് പ്രയാസം ഉണ്ടാകും, ഒരുപക്ഷെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഒരുപക്ഷെ നിനക്ക് ഇഷ്ടമല്ല എന്ന് വന്നേക്കാം. പക്ഷേ നിന്റെ ഇഷ്ടത്തെക്കാളേറെ നീ പരിഗണിക്കേണ്ടത് എന്റെ ഉമ്മയുടെയും എന്റെ ഉപ്പയുടെയും ഇഷ്ടങ്ങളാ, അവരുടെ ആവശ്യങ്ങളാ, അവരുടെ ജീവിത രീതിയാണ്. അതിനാണ് നീ പ്രാധാന്യം നൽകേണ്ടത്. ഒരിക്കലും നീ വിചാരിക്കരുത് നിനക്കെന്നോട് മാത്രമേ ബാധ്യതയുള്ളൂ എന്ന്. അല്ല, നിനക്ക് എന്റെ മാതാവിനോട് എന്റെ പിതാവിനോട് ബാധ്യതയുണ്ട്. ഏതുപോലെ നിന്റെ ഉപ്പയോട് നിന്റെ ഉമ്മയോട് നിനക്ക് ബാധ്യതയുണ്ടോ അതുപോലെ തന്നെ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ ഉപ്പയോട് ഉമ്മയോട് മാന്യമായി നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ വാചകം എന്റെ ഉപ്പയോട് ഉമ്മയോട് പെരുമാറുന്ന വിഷയത്തിൽ നിനക്കുണ്ടാവണം. എല്ലാ അർത്ഥത്തിലുമുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും അവരോട് നീ നിറവേറ്റണം, പൂർണ്ണമായും നീ നിറവേറ്റണം. ഒരിക്കൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പിണക്കങ്ങൾ എന്നെ വിളിച്ച് നിരന്തരമായി പറഞ്ഞ് എന്റെ ഉപ്പയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും എന്നെ അകറ്റുന്ന ഒരു പ്രവർത്തനം പോലും നിന്നിൽ നിന്നുണ്ടാവാൻ ഇടവരരുത്. അങ്ങനെ ഉണ്ടായാൽ നീ കാരണം എന്റെ ഉപ്പയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഞാൻ മാറാൻ, അവരെ മാറ്റി നിർത്താൻ നീ കാരണമായി തീർന്നാൽ മനസ്സിലാക്കണം, നീ എനിക്ക് സമ്മാനിക്കുന്നത് നരകമാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ സഖ്തുല്ലാഹി ഫീ സഖ്തിൽ വാലിദൈൻ. എന്റെ ഉമ്മയും ഉപ്പയും എന്നെ ഇഷ്ടപ്പെട്ടാലേ എന്റെ നാഥൻ എന്നെ ഇഷ്ടപ്പെടൂ. എന്റെ ഉമ്മയും ഉപ്പയും എന്നെ വെറുത്താൽ എന്റെ നാഥൻ എന്നെ ഇഷ്ടപ്പെടൂല, എന്റെ നാഥൻ എന്നെയും വെറുക്കും, എന്റെ നാഥൻ എന്നോടും ദേഷ്യപ്പെടുമെന്ന് നമ്മുടെ പിന്നെ ഭാര്യയോട് പറയാൻ. അതുകൊണ്ട് നീ കാരണമായി ഒരിക്കലും എന്റെ മാതാപിതാക്കൾ അവഗണിക്കുന്ന ഒരു പ്രവർത്തനമോ അതേപോലെ തന്നെ സംസാരമോ നിന്നിൽ നിന്നും ഉണ്ടാകരുത് എന്നുള്ള രൂപത്തിലുള്ള നല്ല നല്ല സംസാരങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പറയാൻ നമുക്കായിട്ടുണ്ടോ? ആലോചിക്കുന്നത്
ഒന്നാമത്തെ രാത്രിയിൽ പോട്ടെ, കഴിഞ്ഞില്ലേ ഒരുപാട് രാത്രികൾ, ഒരുപാട് വർഷങ്ങൾ അല്ലേ? എന്നെങ്കിലും നമ്മുടെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും നമ്മെ അകറ്റുന്ന ഏതെങ്കിലും വർത്തമാനങ്ങൾ പറയുമ്പോ ഇനിമേലിൽ നിന്റെ നാവിൽ നിന്നും അത്തരമൊരു സംസാരം വരരുത്, അങ്ങനെ വന്നാൽ നിന്നെ വെറുക്കാൻ അത് കാരണമാവും എന്ന് പറയാൻ നമുക്കായിട്ടുണ്ടോ? അങ്ങനെ ആവണം പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അങ്ങനെയാണെന്നല്ല നമ്മള്. പക്ഷേ നമുക്ക് അങ്ങനെ ആയിത്തീരാൻ സാധിക്കണം. എങ്ങനെ? നല്ല രൂപത്തിൽ ഭാര്യയോട് ഉപദേശിക്കാൻ, നല്ല രൂപത്തിൽ ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. ഇതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, രണ്ടാമതായി എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്, നീതിയോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം. നീതിയോടുകൂടി പെരുമാറാൻ, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ. ആരുടെ ഭാഗത്താണോ തെറ്റ് എങ്കിൽ ആ തെറ്റ് നല്ല രൂപത്തിൽ തിരുത്തുകയും തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷം സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. ശരിയാണ്, നമ്മുടെ ഉമ്മയാണ്, നമ്മെ പ്രസവിച്ച സ്ത്രീയാണ്, നമ്മെ മുലയൂട്ടിയ സ്ത്രീയാണ്, നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച സ്ത്രീയാണ്, നമുക്ക് വേണ്ടി ഉറക്കം ധാരാളം ഒഴിവാക്കിയ സ്ത്രീയാണ്. പക്ഷേ ആ ഉമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല. അങ്ങനല്ല അല്ലേ? നമ്മുടെ ഭാര്യയാണ്, നാം തന്നെയാണ് അവളെ സ്നേഹിക്കേണ്ടത്, നാം തന്നെയാണ് അവളെ പരിഗണിക്കേണ്ടത്, അവളുടെ എല്ലാ അവകാശങ്ങളും നിറവേറ്റി കൊടുക്കേണ്ടതും കൃത്യമായി നിറവേറ്റേണ്ടതും നാം തന്നെയാണ്, അവളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കേണ്ടതും നാം തന്നെയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ ഭാര്യ പറയുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോഴേക്കും ചാടി വീണ് പ്രതികരിച്ച് അതിനെ പ്രതികരിക്കാൻ നിന്നാൽ പ്രശ്നങ്ങൾ വഷളായിത്തീരും, വലിയ വലിയ വിഷയങ്ങളായിത്തീരും പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ഉപ്പയോ ഉമ്മയോ പെങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഭാര്യയെ പറ്റി വിളിച്ചു പറയുമ്പോഴേക്കും ആഹാ അവൾ അത്രക്കായോ എന്ന് ചിന്തിക്കുകയും എങ്കിൽ അവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട, ഞാനിതാ ബന്ധം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തൊലാക്ക് ചെല്ലുകയും ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഭാര്യ ഉമ്മയെക്കുറിച്ചോ അതേപോലെ തന്നെ ഭാര്യ വാപ്പയെക്കുറിച്ചോ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും പറയുമ്പോഴേക്കും അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാതെ അപ്പോഴേക്കും വീട് മാറിപ്പോവുകയും ഭാഗം ചോദിക്കുകയും മാറി താമസിക്കുകയും ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത്, വിശ്വാസികൾ ചെയ്യേണ്ടത്. മറിച്ച് സത്യമേതാണ്, എവിടെയാണ് നീതി, എവിടെയാണ് സത്യമെന്ന് തിരിച്ചറിയാൻ, അതിനെ പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, എന്നിട്ട് സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ വിശ്വാസികളെ നമുക്കാവണം. എങ്കിലേ നമ്മൾ വിശ്വാസികളാവൂ. ഇതൊരു കുടുംബ ബന്ധത്തിന്റെ വിഷയം മാത്രമല്ല, എല്ലാ രംഗത്തും പ്രിയപ്പെട്ടവരെ സത്യത്തിന്റെ ഭാഗത്ത് അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോട് പ്രത്യേകമായി ആവശ്യപ്പെടുന്ന ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അല്ലാഹുവിന്റെ വാചകം? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളായ ആളുകളെ, വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിലകൊള്ളണേ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, തഹറഉസ് സിദ്ഖ, നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കണം. വഇൻ റഅയ്തും അന്നൽ ഹലകത ഫീഹി, അതെത്ര കൈപ്പുള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലും ശരി, ഫഇന്ന ഫീഹിൻ നജാത്ത്, അതിലാണ് വിജയമുള്ളത്, അതിലാണ് നരകമോചനമുള്ളത്. വീണ്ടും ഇതാ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലെ 112ാമത്തെ വാചകം, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഫീഹി ഇന്നഹു കമാ തഅലമൂന ബസീർ. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക, സത്യത്തിന്റെ മാർഗത്തിൽ നീ അടിയുറച്ചു നിൽക്കണം. സത്യം ആരുടെ ഭാഗത്താണോ, നീതി ആരുടെ ഭാഗത്താണോ അവരോടൊപ്പം നീ നിലകൊള്ളണം. വലാ തത്ഗൗ ഫീഹി, ഒരിക്കലും നീ പരിധി ലംഘിക്കരുത്. ഇന്നഹു കമാ തഅലമൂന ബസീർ, തീർച്ചയായും നിങ്ങൾ അറിയണം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ പ്രിയപ്പെട്ടവരെ, ഭാര്യയോടുള്ള സ്നേഹം ഉമ്മയോട് ഉപ്പയോട് അനീതി പ്രവർത്തിക്കാൻ കാരണമായി തീരരുത്. അതേപോലെ തന്നെ തിരിച്ചും ഉമ്മയോടും ഉപ്പയോടുമുള്ള സ്നേഹവും ആദരവും ഭാര്യയോട് അനീതി കാണിക്കുവാനും കാരണമായി തീരരുത്. മറിച്ച് സത്യമാരുടെ ഭാഗത്താണോ അതോടൊപ്പം നിലനിന്നാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സത്യത്തിന്റെ ഭാഗത്ത്, നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ, അങ്ങനെ ഞാൻ നിൽക്കൂ എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതാണ് രണ്ടാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമതായി ആദ്യം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു, മാതാപിതാക്കൾക്ക് പരിഗണന നൽകുക എന്നതാണ്. മാതാവിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന. ശരിയാണ്, വിവാഹത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നവൾ നമ്മുടെ ഭാര്യയാണ്, നാം ഏറെ സ്നേഹിക്കേണ്ടവളാ, നമ്മുടെ ജീവിതത്തിന്റെ പാതിയാ, അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നാമും അവരും ഒരേ വസ്ത്രം തന്നെയാണെന്നാണ്. വസ്ത്രമാണ്, വസ്ത്രത്തിന്റെ ഭാഗമാണ്.
ശരീരത്തിന്റെ ഭാഗമാണ്, ശരീരവും മനസ്സും പങ്കുവെച്ചവളാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവളെക്കാളേറെ ആദരവും സ്നേഹവും നാം നൽകേണ്ടത് നമ്മുടെ ഉമ്മക്കാണ്. ഒരിക്കലും അവളുടെ സ്നേഹവും പരിഗണനയും ലഭിക്കാൻ വേണ്ടി ഉമ്മയെയും ഉപ്പയെയും വെറുപ്പിക്കാൻ പാടില്ല. അങ്ങനെ വെറുപ്പിച്ചുകൊണ്ടാവരുത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആയിഷ ബിബി ചോദിക്കുകയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. എന്താണെന്നോ ചോദിച്ചത്, അയ്യുന്നാസി അഅ്ലമു ഹഖ്കൽ മർഅ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ്? നോക്കണേ, ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൗജുഹ, അവളുടെ ഭർത്താവിനോട്. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത അവളുടെ ഭർത്താവിനോടാണ്. വീണ്ടും ആയിഷ ബിബി ചോദിച്ചു കാലത്ത്, ഫഅയ്യുന്നാസി അഅ്ലമു ഹഖ്കൻ അലർ റജുലി, എങ്കിൽ റസൂലേ, ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിനോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത എങ്കിൽ ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ? ശരിക്കും ശ്രദ്ധിക്കണേ, ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ? ഒരു ഭർത്താവിന് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുഹു, അവന്റെ ഉമ്മയോട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഭാര്യയ്ക്ക് നമ്മോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യതയും കടപ്പാടുകളുമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യയോടല്ല, നമുക്ക് നമ്മുടെ ഉമ്മയോടാണെന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ബാധ്യത പരിപൂർണമായി നിറവേറ്റാൻ, അങ്ങനെ നിറവേറ്റുന്ന മക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വിവാഹശേഷം ഒന്നുകൂടെ ആ ബന്ധം ശക്തമാക്കണം. വിവാഹശേഷം ഒന്നുകൂടെ ശക്തമായ രൂപത്തിൽ മാതാപിതാക്കളെ പരിഗണിക്കണം. അവരുടെ മനസ്സിലേക്ക് തോന്നാൻ പോലും പാടില്ല. ശരിയാണ്, നമ്മൾ അവരെ അവഗണിച്ചിട്ടില്ല എങ്കിലും, നമ്മൾ അവരെ മാറ്റി നിർത്തുന്നില്ല എങ്കിലും അവരുടെ മനസ്സിൽ ഒരൽപ്പം പോലും തോന്നാൻ പാടില്ല, എന്റെ മകൻ എന്നെ അവഗണിച്ചോ, എന്റെ മകൻ എന്നെ പരിഗണിക്കുന്നില്ലേ എന്ന് തോന്നാൻ പോലും പോകുന്ന അത്തരം പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ രീതികളോ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഉമ്മയെയോ ഉപ്പയെയോ അവഗണിക്കുന്നുണ്ടാകില്ല, പക്ഷെ അവരുടെ മനസ്സിൽ അങ്ങനെ സംഭവിക്കാൻ പോലും പാടില്ല, അങ്ങനെ ചിന്തയുണ്ടാകാൻ പോലും പാടില്ല. അല്ലെ, നിങ്ങൾക്കറിയോ, ഒരു സംഭവം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹു. അൽഖമ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരനാണ്. അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിക്കുകയാണ്, മരണത്തിന്റെ സന്ദർഭം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യത നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരാളെ വിടുകയാണ്. എന്റെ ഭർത്താവിന് അഥവാ അൽഖമ റളിയല്ലാഹു അൻഹുവിന് രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആളെ വിടുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു എന്നീ പ്രമുഖരായ സ്വഹാബികളെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. ആ സ്വഹാബികളതാ മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് മരണത്തിന്റെ സന്ദർഭത്തിൽ, മരണത്തിന്റെ വെപ്രാളത്തിലതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയാണ്, കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുക്കുകയാണ്. പക്ഷേ അൽഖമ റളിയല്ലാഹു അൻഹുവിന് ചെല്ലാൻ കഴിയുന്നില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആരാന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്ത സ്വഹാബി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടുവെന്ന് പരിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ സ്വഹാബി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിൽ നിന്നും നേരിട്ട് ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിച്ച സ്വഹാബി. ആ സ്വഹാബിയുടെ മരണരംഗത്ത് ചൊല്ലിക്കൊടുക്കുന്നതാരാ? അലിയും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന എന്ന് പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ട സ്വഹാബികളാ ചൊല്ലിക്കൊടുക്കുന്നത്. എന്താ ചൊല്ലിക്കൊടുക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു. ചൊല്ലാൻ കഴിയുന്നില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇദാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഓടി വരികയാണ്. റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽഖമക്ക് ഷഹാദത്ത് ഉച്ചരിക്കാൻ കഴിയുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അൽഖമ റളിയല്ലാഹു അൻഹുക്ക് കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? അൽഖമയുടെ കുടുംബത്തിൽ? സ്വഹാബികൾ പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിന്നെ വൃദ്ധയായ ഒരു മാതാവുണ്ട്. അദ്ദേഹത്തിന്റെ ഉപ്പ നേരത്തെ മരണപ്പെട്ടു പോയി.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ആ ഉമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അല്ല, ഉമ്മാക്ക് ഇങ്ങോട്ട് വരാൻ പ്രയാസാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലാം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വേഗം അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ പറഞ്ഞു, വേണ്ട, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധയായ സ്ത്രീ മഹാനായ അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ടോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. നബി ചോദിച്ചു, ഇതാണ് അൽഖമയുടെ അവസ്ഥ, ഇതാണ് അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ. അദ്ദേഹത്തിന് ഷഹാദത്ത് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും പ്രയാസമുണ്ടോ ഉമ്മയും മകനും തമ്മിൽ? എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഉമ്മ പറഞ്ഞു, ഇല്ല റസൂലേ, എന്റെ മകൻ അള്ളാഹുവോട് ഏറ്റവും അടുത്തൊരു മനുഷ്യനാണ്, അതിൽ ഞാൻ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല റസൂലേ. എന്നിരുന്നാലും അവന്റെ കല്യാണത്തിന് ശേഷം ചെറിയൊരു പരിഗണന എനിക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ അവഗണന എന്നോടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നോക്കണേ, സ്വഹാബിയാണ്. ആ സ്വഹാബിയെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞ വാചകം കല്യാണത്തിന് ശേഷം എന്തോ ചെറിയൊരു സ്നേഹക്കുറവ് തോന്നുന്നത് പോലെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ഇനിയൊന്നും നോക്കാനില്ല സ്വഹാബത്തെ, വേഗം പോയി കുറച്ചു വിറകുമായി വരിക, എന്നിട്ട് അൽഖമാ റളിയല്ലാഹു അൻഹുവിനെ ജീവനോടെ കരിച്ചു കളയുക. ഉടൻ തന്നെ ഉമ്മ പറഞ്ഞു, ഇല്ല, വേണ്ട റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങനെ ചെയ്യണ്ട, എന്റെ മകനെ ജീവനോടെ കരിച്ചു കളയണ്ട. ഞാനിതാ എന്റെ മകനെല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു, എന്റെ മകനോട് എനിക്ക് യാതൊരുവിധ പ്രയാസവുമില്ല, മനസ്സിൽ യാതൊരു വിദ്വേഷവുമില്ല. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നു, ഇതാ റസൂലേ, അൽഖമ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് ഉച്ചരിച്ചു മരണപ്പെട്ടിരിക്കുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്താ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നവരാണല്ലോ ആ സ്വഹാബികൾക്ക് അത്തരത്തിലുള്ള ഉമ്മയെ അവഗണിക്കുന്ന ആരാ സ്വഹാബികള്? സ്വഹാബികളാരാ? സ്വഹാബികളുടെ വാചകങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉമ്മയുടെ ഉപ്പയുടെ മുന്നിലൂടെ നടക്കുന്നത് പോലും ഭയപ്പെട്ടിരുന്നു ഞങ്ങളെന്ന, ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് ഒന്ന് തുറിച്ചു നോക്കുന്നത് പോലും ഞങ്ങൾ ഭയപ്പെട്ടിരുന്നുവെന്ന ആ സ്വഹാബികളുടെ ജീവിതമാ പ്രിയപ്പെട്ടവരെ ഇപ്പറഞ്ഞത്. നമസ്കരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, സക്കാത്ത് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല, സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. സ്വന്തം ഉമ്മയെയും ഉപ്പയെയും അവഗണിച്ചുകൊണ്ടാണ് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ നാം ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തും പരലോകത്തും നമുക്കതൊരു പ്രയാസമായി തീരുമെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവത്തോടുകൂടി നാം കാണണം. വിശദീകരിക്കുന്നില്ല. നാട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യുമ്പോൾ ഭാര്യയോട് ഒരുപാട് സമയം സംസാരിക്കാൻ നമ്മൾ സമയം കാണാറുണ്ട്. പക്ഷേ ഉമ്മയുടെ വിശേഷങ്ങൾ ചോദിക്കാൻ, ഉമ്മയെക്കുറിച്ച് അന്വേഷിക്കാൻ, വാപ്പയോട് എന്താ വിശേഷമെന്ന് ചോദിക്കാൻ, സുഖല്ലേ എന്ന് ചോദിക്കാൻ, പ്രിയപ്പെട്ടവരെ ആ ഒരു വാചകം മതി. ഉമ്മയെ വിളിച്ചുകൊണ്ട് സുഖല്ലേ, വാപ്പയെ വിളിച്ചുകൊണ്ട് സുഖല്ലേ, എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ അത് മതി പ്രിയപ്പെട്ടവരെ. അങ്ങനെ ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ഫാമിലിയുമായിട്ടൊക്കെ ജീവിക്കുന്ന, പിന്നെ ഇവിടെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നാം വിളിക്കുമ്പോൾ നമ്മുടെ ഭാര്യയെ കൊണ്ടും നാട്ടിലേക്ക് വിളിപ്പിക്കുക, അവരുമായി സംസാരിപ്പിക്കുക, നമ്മുടെ മക്കളെ കൊണ്ട് വിളിപ്പിക്കുക. അങ്ങനെ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന രൂപത്തിലായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. നാലാമതായി നാം തിരിച്ചറിയണം, വീട്ടിലെ അധികാരം, വീട്ടിലെ നായികാസ്ഥാനം നമ്മുടെ ഭാര്യയേക്കാൾ നമ്മുടെ ഉമ്മാക്ക് തന്നെയാണെന്ന സ്വയം നാം ബോധവാനാവുകയും നമ്മുടെ ഭാര്യയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ വീടിനെ നയിക്കേണ്ടത് നമ്മുടെ ഭാര്യയല്ല. കൂട്ടുകുടുംബവുമായി ജീവിക്കുമ്പോൾ നമ്മുടെ ഉമ്മയുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മയാണ് അവിടുത്തെ നായികാസ്ഥാനം അലങ്കരിക്കേണ്ടത്. ശരിയാണ്, നമ്മുടെ ഭാര്യയേക്കാൾ വിദ്യാഭ്യാസം കുറവായിരിക്കാം, നമ്മുടെ ഭാര്യയേക്കാൾ സമ്പത്ത് കുറവായിരിക്കാം, നമ്മുടെ ഭാര്യയേക്കാൾ സൗന്ദര്യവും നാട്ടറിവും കുറവായിരിക്കാം. പക്ഷേ അതല്ല പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മുടെ ഭാര്യയല്ല നമ്മുടെ ഉമ്മയാണ് വീടിനെ നയിക്കേണ്ടത്. കാരണം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വാചകം അൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ, ഒരു വീട്ടിലെ ഭരണാധികാരി ആ വീട്ടിലെ സ്ത്രീയാണെന്ന, ഭാര്യയാണെന്ന. അഥവാ നമ്മുടെ ഭാര്യയായി നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഭാര്യ കടന്നു വരുന്നതിന് മുൻപേ തന്നെ ആ വീട്ടിലെ നായികയായി കടന്നു വന്നവളാണ് നമ്മുടെ ഉമ്മ. അതുകൊണ്ട് ആ സ്ഥാനം അവർക്ക് അനുവദിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ അഞ്ചാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാമിക പഠനത്തിനുള്ള വേദിയൊരുക്കുക, ഒന്നിച്ചു പഠിക്കാൻ. QHLSകൾക്ക് ഒന്നിച്ചവർ പങ്കെടുക്കട്ടെ,
ഖുർആൻ പഠിക്കാൻ ഉമ്മയും അതേപോലെ തന്നെ നമ്മുടെ ഭാര്യ ഒന്നിച്ചു പോവാം. മരുമകളും അമ്മായിമ്മയും ഒന്നിച്ച് ക്ലാസ്സിന് പങ്കെടുക്കാം. മരുമകളും അമ്മായിമ്മയും ഒന്നിച്ച് ഖുത്ബകൾ കേൾക്കാം, ഒന്നിച്ച് പ്രഭാഷണങ്ങൾ കേൾക്കാം, ഒന്നിച്ച് ഖുർആൻ പഠിക്കാം. അങ്ങനെ വന്നാൽ എന്താണെന്നൊരു ഗുണം? എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അവരുടെ മനസ്സിലേക്ക് വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കാൻ അവർക്കൊരു പ്രയാസം തോന്നും. ഇത് പാടില്ലെന്നല്ലേ ഇന്നലെ ഉസ്താദ് പറഞ്ഞത്, ഇത് പാടില്ലെന്നല്ലേ ഖുത്ബയിൽ പഠിപ്പിച്ചത്, ഇത് പാടില്ലെന്നല്ലേ QHLS പഠിപ്പിച്ചത്, പിന്നെയും ഞങ്ങളല്ലേ ഒരുമിച്ചിരുന്ന് കേട്ടത്, പിന്നെ ഞാൻ എങ്ങനെ ഇത് പറയും എന്നവരുടെ മനസ്സിൽ തോന്നും. അതൊരു ശരിയല്ലല്ലോ എന്നവർക്ക് തോന്നും അല്ലെ? അവരുടെ മനസ്സിൽ കുറ്റപ്പെടുത്തും, അവർ തന്നെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് മനുഷ്യ മനസ്സിന്റെ സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ. തെറ്റാണെന്ന് ബോധ്യമായ ശേഷം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ മനസ്സിനെ വല്ലാത്ത ബാധിക്കും. അത് ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ഖിയാമത്ത് നാളിനെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു, മനുഷ്യ മനസ്സിനെ ആക്ഷേപകാരിയായ മനുഷ്യ മനസ്സിനെ കൊണ്ടും ഞാനിതാ സത്യം ചെയ്തു പറയുന്നു. നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാളിനെ സത്യം ചെയ്തു പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ അടുത്ത വാചകം വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ആക്ഷേപകാരിയായ മനുഷ്യ മനസ്സെന്ന എന്തെങ്കിലും തെറ്റാണെന്നറിഞ്ഞിട്ടും വീണ്ടും നാം ഒരു തെറ്റ് ചെയ്താൽ പിന്നെ മനസ്സിന് വല്ലാത്ത കുറ്റബോധം ഉണ്ടാവും. അങ്ങനെ പാടില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് തോന്നും. അതേപോലെ തന്നെ അറിവ് പഠിക്കാൻ, അറിവ് നേടാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അള്ളാഹുവിനെ ഭയമുണ്ടാക്കാൻ അത് കാരണമായി തീരും. അള്ളാഹുവിന്റെ വാചകം ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായും അറിവുള്ളവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുക. അതുകൊണ്ട് അറിവ് നേടാൻ, ഇസ്ലാം പഠിക്കാൻ, ഖുർആൻ പഠിക്കാനുള്ള വേദി, കഴിയുമെങ്കിൽ ഒന്നിച്ചു പോകാനുള്ളൊരു വേദി പ്രിയപ്പെട്ടവരെ നാം സംവിധാനിക്കുക, അങ്ങനെ നാം ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ആറാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഉമ്മയെക്കൊണ്ടും നമ്മുടെ ഭാര്യയെക്കൊണ്ടും പരസ്പരം കാണുമ്പോൾ സലാം പറയിപ്പിക്കുകയും ഹസ്തദാനം ചെയ്യിക്കുകയും ചെയ്യുക. അത് വളരെ കുറവാണ്. സലാം പറഞ്ഞാലും ഒന്ന് ഷെയ്ക്കൻഡ് കൊടുക്കാൻ, മുസാഫത്ത് ചെയ്യാൻ, ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഉമ്മാക്ക് ഇങ്ങനെ ഷെയ്ക്കൻഡ് കൊടുക്കാൻ സാധിച്ചാലും നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഉമ്മാക്ക് ഇങ്ങനെ കൊടുക്കാൻ കുറച്ച് പ്രയാസം തോന്നും അല്ലേ? അങ്ങനെ പാടില്ല. അവർക്ക് പ്രയാസമായി തോന്നിയാലും നമ്മുടെ ഭാര്യയെ കൊണ്ട് നാം നിർബന്ധിക്കാം, എന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറയാം. 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ പിന്നീട് അത് സ്ഥിരമായിക്കോളും. അത് സ്നേഹം ഊട്ടിയുറക്കാൻ അത് കാരണമായി തീരുമെന്ന് എന്റെ വാചകല്ല പ്രിയപ്പെട്ടവരെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. നിങ്ങളിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയായി തീരുകയില്ല. ഇത് പറഞ്ഞ ശേഷം അടുത്ത വാചകം എന്താണെന്നറിയോ? അബലാ അദുല്ലുക്കും അലാ ശൈഇൻ. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഇദാ ഫഅൽതുമൂഹു തഅബബതും. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. എന്താണെന്നോ കാരണം? അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, സലാം പ്രചരിപ്പിക്കുക, പരസ്പരം കാണുമ്പോൾ മുസാഫഹത്ത് ചെയ്യുക, സലാം പറയാ അല്ലെ? അത് നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കാൻ കാരണമായി തീരുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്യിപ്പിക്കുക പ്രിയപ്പെട്ടവരെ. ഭാര്യയെയും ഉമ്മയെയും ഒന്നിച്ചു കാണുമ്പോൾ സലാം പറയാം, മുസാഫഹത്ത് ചെയ്യിക്കുക. അതേപോലെ തന്നെ അവസാനമായി, ഏഴാമതായും അവസാനമായും എനിക്ക് ഈ വിഷയവുമായി നിങ്ങളോട് പറയാനുള്ളത്, കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കുക. നമ്മളൊക്കെ ഒരുപാട് കേട്ടവരാ, നമ്മളൊക്കെ ഒരുപാട് മനസ്സിലാക്കിയവരാ. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ഭാര്യയെയും നമ്മുടെ ഉമ്മയെയും നമ്മുടെ പെങ്ങന്മാരെയും കൃത്യമായി പഠിപ്പിക്കുക അല്ലെ? അവരോട് പറയണം, സമാധാന ജീവിതത്തിന് സഹകരണം അത്യാവശ്യമാണ് എന്നും ക്ഷമ അത്യാവശ്യമാണെങ്കിലും എങ്കിൽ മാത്രമേ നല്ല രൂപത്തിലുള്ള ജീവിതവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതല്ല, നിങ്ങൾ തമ്മിൽ പിണങ്ങിയാൽ, നിങ്ങൾ തമ്മിൽ പ്രയാസത്തിലായാൽ കുടുംബ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീരും. അങ്ങനെ വന്നാൽ സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമായി തീരും. തമാശക്കളിയല്ലല്ലോ കുടുംബജീവിതം, അങ്ങനെയല്ലല്ലോ. ഇഷ്ടമുള്ളവർക്ക് സ്നേഹിക്കാം, ഇഷ്ടമുള്ളപ്പോ പിരിഞ്ഞു പോകാം, അതല്ലല്ലോ കുടുംബജീവിതം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര്? ലാ യദ്ഖുലുൽ ജന്ന. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഖാതിഉൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറഹിമു മുഅല്ലഖതുൻ ബിൽ അർശ്. തീർച്ചയായും മനുഷ്യരെ നിങ്ങൾ അറിയണം, കുടുംബബന്ധം അള്ളാഹുവിന്റെ സിംഹാസനവുമായി ചേർന്ന് നിൽക്കുന്നു, അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടു നിൽക്കുകയാണ്. തഖൂൽ, അവിടെ നിന്ന് പറയും, മൻ വസലനി വസലഹുല്ലാഹ്. ആരാണോ എന്നെ ചേർത്തവൻ, മൻ വസലനി, ആരാണോ എന്നെ ചേർത്തവൻ,
വസലഹുല്ലാഹ് ബന്ധം അല്ലാഹു സ്ഥാപിക്കും. അഥവാ ഇനിയോ വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, ഇനി ആരാണോ ഞാനുമായി ബന്ധം മുറിച്ചവൻ, ആരുമായാണോ ഞാൻ ബന്ധം മുറിച്ചിട്ടുള്ളത്, ഖതഅഹുല്ലാഹ്, അവനുമായിട്ടുള്ള ബന്ധം അല്ലാഹു മുറിച്ചു കളയും. മറ്റൊരിക്കൽ വീണ്ടും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്റ അൽ ഖൈരി സവാബൽ ബിർറു വസിലത്തുർ റഹിം വഅസ്റ അശ്ശരി ഉഖൂബത്തുൽ ബഗി വഖതിഅത്തുർ റഹിം. എന്താണെന്നോ റസൂലുള്ളാഹിന്റെ വാചകം സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്റ അൽ ഖൈരി സവാബൽ ബിർറു വസിലത്തുർ റഹിം, ഏറ്റവും ആദ്യം ഏറ്റവും വേഗത്തിൽ പ്രതിഫലം ലഭിക്കുക, പ്രാർത്ഥനക്കുത്തരം ലഭിക്കുക കുടുംബബന്ധം ചേർത്തവരാണ്. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനക്കുത്തരം ലഭിക്കാത്തതുണ്ടോ, എവിടെയെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ആദ്യം അന്വേഷിക്കേണ്ടത് കുടുംബബന്ധം തകർച്ചയാണോ എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ഏറ്റവും ആദ്യം ശിക്ഷ ലഭിക്കുന്നത് കുടുംബബന്ധം വിച്ഛേദിച്ചവനാണ്. ഏറ്റവും വേഗം ശിക്ഷ ലഭിക്കും. വിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 21-ാമത്തെ വാചകം, വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി യയൂസല വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന, ഒരു വിഭാഗം ആളുകളതാ, യസിലൂന മാ അമറല്ലാഹു ബിഹി യയൂസല, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിയിണക്കിയ ബന്ധങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങൾ കൂട്ടിയിണക്കുന്നവരാണ്. വയഖ്ശൗന റബ്ബഹും, അവരതാ എല്ലാ അർത്ഥത്തിലും റബ്ബിനെ ഭയപ്പെടുന്നവരാണ്. വയഖാഫൂന സൂഅൽ ഹിസാബ്, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലെ മോശമായ വിചാരണയെ ഭയപ്പെടുന്നവരാണ്. അവരാണ് ബുദ്ധിമാന്മാർ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. കുടുംബബന്ധത്തിന്റെ വിഷയത്തിൽ, നിസ്സാരമായ വിഷയത്തിൽ അശ്രദ്ധ കാണിച്ചാൽ, പ്രയാസം കാണിച്ചാൽ, നിസ്സാരമായ വിഷയങ്ങൾ പർവ്വതീകരിച്ച് ആ ബന്ധം തകർന്നു പോയാൽ, ആ ബന്ധം ശിഥിലമായി പോയാൽ, ആ ബന്ധം മുറിഞ്ഞു പോയാൽ, ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും അള്ളാഹുവിന്റെ ശിക്ഷക്കത് കാരണമായി തീരും. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഉലൈക ലഹുമുൽ ലഅന വലഹും സൂഉദ്ദാർ. ആരായിരുന്നാലും ശരി, പെങ്ങളാണതിന് കാരണക്കാരിയായാലും ശരി, ഉമ്മയായാലും ശരി, മാതാവായാലും ശരി, ഭാര്യയായാലും ശരി, ഉപ്പയായാലും ശരി, ആരായാലും ശരി, ഉലൈക ലഹുമുൽ ലഅന, അവർക്കിതാ റബ്ബിന്റെ ശാപമുണ്ട്. വലഹും സൂഉദ്ദാർ, അവരുടെ സങ്കേതം മോശമായ സ്ഥലത്തായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കുക. കഴിയുമെങ്കിൽ ഇത്തരം ബന്ധങ്ങളെക്കുറിച്ച് പറയുന്ന ഹദീസുകളും ആയത്തുകളും ഒക്കെ നമ്മുടെ വീടിന്റെ ചുമരിൽ ഒരു പ്രിന്റ് ചെയ്തുകൊണ്ട് അർത്ഥസഹിതം ഒട്ടിച്ചു വെക്കാൻ, പ്രദർശിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക കുടുംബജീവിതത്തിൽ. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹമുണ്ടെങ്കിൽ ആ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ നല്ല രൂപത്തിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കൂട്ടുകുടുംബത്തിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും, ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും, ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞില്ല എന്ന് ചിന്തിക്കേണ്ടി വരും. ആ രൂപത്തിൽ മനസ്സിലാക്കുകയും നല്ലൊരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. സർവാധിനാഥനായ പടച്ചതമ്പുരാൻ അത്തരമൊരു നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, അറിഞ്ഞുമറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകലമാന തിന്മകളും തെറ്റുകുറ്റങ്ങളും സർവാധിനാഥനായ പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളായ വിശ്വാസിനികളായ ധാരാളം ആളുകൾ, പലരുടെയും മാതാപിതാക്കൾ, ജ്യേഷ്ഠ അനുജ അനുജത്തിമാരി, സഹോദരി സഹോദരങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ അവരെയും നമ്മെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും നമ്മുടെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകുന്ന രൂപത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.